ഹായ്, ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീടായ പാട്യമുതിയങ്ങയിലെ വാഴവളപ്പിൽ തറവാട്ടിലേക്കാണ്. വാഴവളപ്പിൽ തറവാട്ടിലെ ദേവി ചൈതന്യത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗമായുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഹലോ, നമ്മളിപ്പോൾ പോകുന്നത് വാഴവളപ്പിൽ തറവാട്ടിലേക്കാണ്. ഇവിടെ നിന്നാണ് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള തമ്പുരാട്ടി എഴുന്നള്ളുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് വാഴവളപ്പിൽ തറവാട്. അപ്പോൾ ഈ തറവാടിനെ കുറിച്ചും നമ്മുടെ ക്ഷേത്രം നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ അറിയാനാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് പ്രശസ്തമായ വാഴവളപ്പിൽ തറവാട്. തറവാടിന്റെ മുറ്റത്തുള്ള ചെറിയ ആരൂഢ സ്ഥാനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് തറവാട്ടിലേക്ക് പോയി തറവാടിന്റെ കാര്യങ്ങളും പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് നോക്കാം. ഈ തറവാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആരൂഢ സ്ഥാനം ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ്. വീണ്ടും വീണ്ടും പുതുക്കിപ്പണിതാണ് ആരൂഢ സ്ഥാനം ഇപ്പോഴത്തെ ഈ നിലയിൽ കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ തമ്പുരാട്ടി എഴുന്നള്ളുമ്പോൾ കാവിലുള്ളതിന് അത്രയും ജനങ്ങൾ തന്നെ ഇവിടെയും ഈ തറവാട്ട് വീട്ടിലും കാണപ്പെടും. തമ്പുരാട്ടിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങ് തന്നെ വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ ആരൂഢ സ്ഥാനം പുതുക്കി പണിത വർഷമാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശ്രീ കൂർമ്മ ഭഗവതി ആരൂഢ സ്ഥാനം. വാഴവളപ്പിൽ തറവാട്ടിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മുടെ തമ്പുരാട്ടി ഇറങ്ങാറ്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സുഗുണാട്ടനാണ്. അപ്പോൾ സുഗുണാട്ടൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. നമ്മൾ തമ്പുരാട്ടി ഇറങ്ങുന്ന ദിവസവും അതും കാര്യങ്ങളും സുഗുണാട്ടന് പറയാം. അതെ, ഇവിടെ എല്ലാ മാസവും സംക്രമമുണ്ട്. സംക്രമം ഇവിടുന്നാണ് ആദ്യം പൂജ തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കാവിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഉത്സവ ദിവസം തമ്പുരാട്ടി രാവിലെ തൊട്ട് ഇവിടെ ഇതുണ്ടാവും, ചെണ്ടവട്ടലൊക്കെ. വൈകുന്നേരമാണ് തമ്പുരാട്ടി എഴുന്നള്ളിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ തറവാട് ഇതാണ്, ആരുടെ തമ്പുരാട്ടി ഇവിടെ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. 1988 ഇത് പുനർനിർമ്മിച്ചതാണ് അല്ലെ? അതിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നാലുവട്ടം നടുവിട്ടുള്ള വീടായിരുന്നു പറയുന്നത്. ഇത് പണ്ട് വലിയ തറവാടായിരുന്നു. ഇത് നാലുവട്ടം നടുവിട്ടുള്ള വീടായിരുന്നു. അതിന് നടുക്കുള്ള അകത്തായിരുന്നു സങ്കല്പം എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ജനിക്കുന്ന മുന്നിൽ അതൊക്കെ പോയിരിക്കുന്നു. അപ്പൊ ഇവിടുന്നാണ് ഇപ്പോഴും തമ്പുരാട്ടി എഴുന്നള്ളിച്ച് പോകുന്നത്. അപ്പോൾ ഇനി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങൾ നമുക്ക് ക്ഷേത്ര പരിസരവും കണ്ടിട്ടൊക്കെ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഞങ്ങളിപ്പോൾ സാധാരണ എല്ലാ ട്രസ്റ്റിന്റെ മീറ്റിംഗ് എല്ലാം ചേർന്ന് ഞങ്ങൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യവും ആലോചിക്കുന്നത്. തറവാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ഷേത്ര കാര്യങ്ങളും എല്ലാം ഇവിടുന്നാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്കിനി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒന്ന് സംസാരിക്കാം. അതാണ് നല്ലത്. ഈ ആരൂഢ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇവിടെ ഒരു ഗുളികൻ തറ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ആരൂഢ സ്ഥാനത്ത് തന്നെയുള്ള ഒരു ഗുളികൻ തറയാണ്, തറവാട്ടിൽ തന്നെയുള്ള ഗുളികൻ തറയാണ് ഇത്. സാധാരണ ഇവിടെ തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. ആരൂഢ സ്ഥാനത്ത് തൊഴുത് പ്രാർത്ഥിക്കാനും നാട്ടുകാരും എല്ലാവരും വരുന്നുണ്ട് അല്ലെ സുഗുണേട്ടാ? എല്ലാ സംക്രമത്തിനും ഇവിടെ പൂജയുണ്ട്. എല്ലാ സംക്രമത്തിനും ഇവിടെ പൂജയുണ്ട് അല്ലേ? ഗുളികന് എണ്ണയും എല്ലാം എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ ഇനി നമുക്ക് കാവിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ തൃക്കണ്ണാപുരം കൂർമ്പ ഭഗവതിക്കാവ് ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. കൂത്തുപറമ്പിനടുത്ത് തൃക്കണ്ണാപുരത്തെ ഈ കാവിനെക്കുറിച്ച് അറിയാത്തവരില്ല, അറിയാത്ത നാട്ടുകാരില്ല.
ഈ കാവിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പഴക്കം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കണക്ക് ആർക്കും പറയാനും പറ്റില്ല. കാരണം അത്രയും പ്രാചീനമായ ഒരു കാവാണ് നമ്മുടെ ഈ കൂർമ്പ ഭഗവതി കാവ്. കാരണം നമ്മൾ എത്ര പഴമക്കാരോട് ചോദിച്ചാൽ പോലും അവർ പറയും, ഞങ്ങൾ കുട്ടിക്കാലത്തെ വരുന്ന ഒരു കാവാണ് ഇത് എന്ന്. അത്രയും പുരാതനമായ ഒരു കാവാണ് നമ്മുടെ ഈ കാവ്. മാർച്ച് മാസത്തിൽ ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കാൻ നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകി വരാറുണ്ട്. പഴയ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാത്തവരില്ല എന്ന് തന്നെ പറയും. കാരണം അത്രയും പ്രശസ്തമായ ഒരു കാവാണ് ശ്രീ കൂർമ്പ ഭഗവതിക്കാവ് തൃക്കണ്ണാപുരം. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഭംഗി നമുക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ജീർണാവസ്ഥയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതിനുള്ള പരിഹാരത്തിനാണ് കുടുംബക്കാർ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ ആൽമരത്തിൻ്റെയൊക്കെ പഴക്കം ആർക്കും അറിയില്ല. കാരണം നമുക്ക് ആ ആൽമരം കണ്ടാൽ മനസ്സിലാവും അത്രയേറെ വർഷങ്ങൾ പഴക്കം ഈ ആൽമരത്തിനുണ്ടെന്ന്. ഇവിടെയുള്ള ഓരോ വൃക്ഷങ്ങളും നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കം വിളിച്ചറിയിക്കുന്നു. ഇത് എൻ്റെ അച്ഛൻ്റെ തറവാട് ക്ഷേത്രമാണ്. ഇവിടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നത്. നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുടുംബക്കാരോടൊക്കെ ചോദിച്ച് അറിയാം. ഈ കാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനും നമുക്ക് ഇതിൻ്റെ കുടുംബക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ഒന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം ഈ കാവ് ഒരു ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാവിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. സാധാരണയായി കുടുംബക്കാർ ഒത്തുചേരുന്നത് തറവാടിലാണ്. തറവാട്ടിൽ നിന്നും എല്ലാ കാര്യങ്ങളും, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കാറാണ് പതിവ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഈ ജീർണാവസ്ഥ ഒന്ന് കാണിച്ചു തരാനാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടിയാണ് അവർ ഇവിടെ പറയുന്നത്. ഒരു നാടിന്റെ ക്ഷേത്രമാകുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും വേണമല്ലോ, എല്ലാവരും അറിയണമല്ലോ. തൃക്കണ്ണാപുരം ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളും കുടുംബക്കാരുമായ വ്യക്തികളെയാണ് നമ്മൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്തായി കാണുന്നത്. അപ്പോൾ നമുക്ക് അവരോട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അതിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചും സംസാരിച്ചു നോക്കാം. ഈ ക്ഷേത്രത്തിന്റെ നിലവിലുള്ള ഊരാളനും കാരണവരുമായ ശ്രീ, നിങ്ങളുടെ പേര്? നമുക്ക് അച്യുതൻ ഏട്ടനോട് സംസാരിച്ചു നോക്കാം. പറഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ മലയാള മാസം 22-ന് കുംഭ 22-നാണ് കഥ നടക്കുന്നത്. അത് ഇവിടുന്നല്ല, ആരോട് മുതലാണ്. അവിടുന്ന് തമ്പുരാട്ടി ഇവിടെ വരികയാണ്. ഇവിടെ വന്ന് 22-ന് വന്ന് തിരുവിഴാടുണ്ട്. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ബേക്കറി ഒരു പറമ്പിലെ വീട്. ആ വീട്ടിൽ വെച്ചിട്ടാണ് തിരുവിഴ എടുക്കുക. ക്ഷേത്രത്തിന്റെ തിരുവിഴാട് നടക്കുന്ന സ്ഥലമാണ് ആ താഴത്തെ വീട്. വാഴവളപ്പിൽ തറവാട്ടിൽ, അതായത് ആരൂഢത്തിൽ വെച്ചിട്ടാണ് തമ്പുരാട്ടി എഴുന്നള്ളിക്കുന്നത്. ആരൂഢത്തിൽ നിന്ന് വൈകുന്നേരം ഒരു 4 മണി സമയത്ത് എഴുന്നള്ളിച്ച് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കർമ്മമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 8 മണി സമയത്ത് ഒരു ചുവപ്പ് മരവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. അത് ചുവപ്പ് മരവും കൂടെ വന്നു കഴിഞ്ഞാലാണ്. ആ ഡേറ്റ് കൂടി പറയോ? ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നത് 22-ാം തീയതി മലയാള മാസം. എല്ലാ വർഷവും 22-ാം തീയതി മാത്രം. ആ ഡേറ്റ് മാറൂല ഒരിക്കലും. ഇംഗ്ലീഷ് ഡേറ്റ് ചിലപ്പോൾ മാറില്ല. ഈ 22-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറില്ല. അപ്പോൾ 22-ാം തീയതി അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ചുവപ്പ് വരവ് കഴിഞ്ഞാൽ ഒരു 1000 എന്ന് പറഞ്ഞിട്ടൊരു കർമ്മമുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ 22-ാം തീയതിത്തെ കർമ്മം ഏകദേശം പൂർത്തിയായി. പിന്നെ 23-ാം തീയതിയാണ്. 23-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക് 2 മണി സമയത്ത് ഇവിടുന്ന് മുതക്കലശത്തേക്ക് പോകും. രാവിലത്തെ കൊടിയേറ്റുണ്ട്. 23-ാം തീയതി രാവിലെ ഫസ്റ്റില് കൊടിയേറ്റാണ്. അത് അതെ, കുംഭം 23-ന്. അത് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ കൊടിയേറ്റം നടത്തും.
അത് നടന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് എഴുന്നള്ളിച്ചിട്ട് തമ്പുരാട്ടി എഴുന്നള്ളിച്ച് പോകും. അതായത് മുതക്കലശത്തേക്ക്. മുതക്കലശം എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചപ്പുറമാണ്, പുതിയൊരു എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോയി തമ്പുരാട്ടി അവിടുന്ന് മുതക്കലശമായിട്ട് പിന്നെ വൈക്കലശത്തേക്ക് പോകും. വൈക്കലശം എന്ന് പറയുന്നത് ഇവിടെ കരയിൻ്റെ ഇടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ്. അവിടെയും പോയിട്ട് തമ്പുരാട്ടി അവിടുന്ന് വൈക്കലശം കൂടി ആയി എല്ലാവരും എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരും. വരുമ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നിൽ ഇവിടുന്ന് നമ്മുടെ തൊട്ടടുത്ത ബാക്കിലുണ്ട്, മുളിക്കര എന്ന് പറയാം അവിടെ. അവിടെയാണ് ശരിക്കും തിരുവുടാട എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് തിരുവുടയാട, തമ്പുരാട്ടിയുടെ ഉടയാട. അത് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക സമുദായക്കാർ അവരവിടെ വന്ന് നിൽപ്പുണ്ടാകും തമ്പുരാട്ടി വരുമ്പോഴേക്ക്. അപ്പോൾ അവിടുന്ന് തമ്പുരാട്ടി അവിടുന്ന് ഈ തിരുവുടാട എഴുന്നള്ളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ തിരുവുടാട എന്ന് പറഞ്ഞാൽ തമ്പുരാട്ടിന്റെ ഉടയാടന്റെ ഒരു പ്രത്യേകമായ കർമ്മമാണ്, വലിയൊരു കർമ്മമാണ്. പക്ഷെ അത് അവിടെ എഴുന്നള്ളിക്കുന്ന ആ സ്ഥലം ഇപ്പം ജീർണാവസ്ഥയിലാണുള്ളത് അല്ലെ? ആ കെട്ടിടമേ ഏകദേശം പൊളിഞ്ഞ മാതിരിയാണുള്ളത്. വീടാണല്ലേ? അതെ, വീട്. ആ വീടിന്റെ സൈഡിൽ ഒരു റൂമായിരുന്നു. ആ റൂം ഇപ്പോഴും ഉണ്ട്, പക്ഷെ എല്ലാം ജീർണാവസ്ഥയിലായിട്ടാ ഉള്ളത്. അപ്പൊ ഇപ്പൊ അവിടുന്ന് അത് എടുക്കുന്നില്ല സാധാരണ? മുറ്റത്തുനിന്നാണ് എടുക്കുന്നത്. വീട് ജീർണാവസ്ഥയിലായതുകൊണ്ട് അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് അതുകൂടെ നടത്തണം, നിർബന്ധമായിട്ട് നടത്തേണ്ടതാണത്. ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോ നമ്മൾ ആ വീടിന്റെ അതുകൂടെ ചെയ്യാം, ആ ജീർണാവസ്ഥയും കൂടി പരിഹരിക്കണം. ഒരു പ്രധാന ഇതാണ്. അതെ അതെ, പണ്ടൊക്കെ ഇവിടുത്തെ സ്ഥാനികര് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്, തറവാടിന്റെ സ്വത്താണ്. അത് പിന്നെ ഇവിടുത്തെ ആചാര്യന്മാർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തതാണ് അന്നത്തെ കാരണവന്മാര്. ഇവിടെ എന്താ പറയാ, എംബ്രാന്നാ പറയാ, താൽക്കാലികമായിട്ട് കൊടുത്തതാണ് അന്ന്. പിന്നെ അത് അവരങ്ങനെ ശരിക്കും ആ വീട് ഈ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതെ, ഈ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ അതുകൂടെ പുനരുദ്ധാരണം നടത്തണമെന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജീർണാവസ്ഥ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ കാവ് തുടങ്ങിയ ഒരു ഇത് പറഞ്ഞാൽ മതി. തൃക്കണ്ടാവൂര് ശ്രീ കുറുമ്പ ഭഗവതി കാവ് ഏകദേശം 800 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വാഴവളപ്പിൽ തറവാട്ടുകാരുടെ ഉടമസ്ഥയിലുള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷേ ക്ഷേത്രം കാലാകാലമായിട്ടുള്ള ചില അനുക്രമങ്ങളുടെ ഒക്കെ താരാറ് കൊണ്ട് വളരെയേറെ ജീർണിച്ച അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്ത് പിന്നെ എല്ലാ കുടുംബക്കാരും ബന്ധുജനങ്ങളും ഒക്കെ ചേർന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറയിൽ നടയിൽ വെച്ചിട്ട് ഒരു സർണ്ണപ്രശ്ന ചിന്ത നടത്തുകയുണ്ടായി. അതിൽ ദേവിയുടെ ക്ഷേത്ര പുനർനിർമ്മാണം അത്യാവശ്യമാണെന്ന് ദേവപ്രശ്നത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ കൊണ്ട് തന്നെ ദേവിയുടെ ചൈതന്യത്തെ വളരെയേറെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ പ്രശ്നം സംഭവിക്കുന്നത് ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല പരിസര പ്രദേശത്തും ഭക്തജനങ്ങളെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി പ്രദേശവാസികളുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഒരു ക്ഷേത്ര പുനർനിർമ്മാണത്തിന് വേണ്ടി പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനുവേണ്ടി ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചിട്ടുണ്ട്. പ്രശ്നം വെച്ചിട്ടുണ്ട്. അപ്പോൾ നടയിൽ പ്രശ്നം വെച്ച് സ്വർണ്ണ പ്രശ്നം വെച്ച് രണ്ടിലും നിർബന്ധമായിട്ട് അടിയന്തരമായിട്ട് തന്നെ ക്ഷേത്രം പൊളിച്ച് പുതുക്കി പണിയാന്നുള്ളത് വളരെ നിർബന്ധമായി ആണെന്നുള്ള രീതിയിൽ ദേവചിന്തയിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് പുനരുദ്ധാരണ കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രദേശത്തിന് വളരെയേറെ ദോഷം സംഭവിക്കും. പ്രദേശവാസികൾക്ക് അതായത് ദേവി തിരിച്ചു പോകുന്ന പറയാം. ദേവി തിരിച്ചു പോകുമ്പോൾ വെറുതെ പോകില്ല, പ്രദേശവാസികൾക്ക് അങ്ങേയറ്റം നാശം വിധിച്ചിട്ടേ പോകുന്നതാണ് ദേവപ്രശ്നത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബാംഗങ്ങൾ വാഴവളപ്പ് തറവാട്ടുകാരെല്ലാം തന്നെ കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുക. അതിന്റെ വെളിച്ചത്തിൽ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരണം നടന്നു. ഇപ്പോ ഉത്സവത്തിന് ക്ഷേത്രം, അതായത് ഈ വരുന്ന 2025 മാർച്ചിലുള്ള ഉത്സവത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രം ഈ വർഷം ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഈ വർഷത്തിന് ആദ്യം തന്നെ തുടങ്ങാനുണ്ടായിരുന്നു. പക്ഷെ കുറേയേറെ പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം ഈ വർഷത്തെ ഉത്സവം കൂടി നടന്നിട്ട് അതിനുശേഷം നമുക്ക് ക്ഷേത്രം പുനർനിർമ്മിക്കാന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഈ മാർച്ച് കഴിഞ്ഞ ഉടനെ അടുത്തൊരു നല്ല മുഹൂർത്തം കിട്ടിക്കഴിഞ്ഞാൽ ക്ഷേത്രം പൊളിച്ചു മാറ്റി പുതിയ ക്ഷേത്രത്തിന് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ ചെറിയ സംഭാവനകളെല്ലാം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള കൂട്ടർക്കും എല്ലാവർക്കും പങ്കാളികളാണ്. എല്ലാവരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും സഹകരിച്ചിട്ട് അതിന്റെ സംഭാവനകൾക്കുള്ള നടപടികൾ ചെറിയ ചെറിയ സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരിൽ നല്ല ഭക്തജനങ്ങളുടെ നല്ല സഹകരണം കാണുന്നുണ്ട്.
ഇനിയിപ്പം അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അപ്പോൾ തുടങ്ങേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തണമെന്നാണ് നമ്മളെ ആഗ്രഹവും. അതിന് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാവണം. ഒപ്പം തൃക്കണ്ണാപുരം ശ്രീ കൂർമ്മ ഭഗവതിക്കാവ് പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസാണ്. ഇതൊരു താൽക്കാലിക ഓഫീസായിട്ട് വെച്ചതാണ്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ ഇതിന് ആവശ്യമുള്ള സംഭാവനകൾ കൊടുക്കുന്നത്. കാവിന്റെ ഈ പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകാൻ സോപാനം 40,000, കരിങ്കൽ തൂണ് 30,000, കരിങ്കൽ കട്ടിള 20,000, കഴുക്കോൽ 1 15,000, ഒരു കോൽമരം 1000, പലക 1000, കരിങ്കൽ പതിക്കൽ 300, കല്ല് 1 151. അപ്പോൾ ഈ കാവിലേക്ക് സംഭാവന ചെയ്യുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അഡ്രസ്സും QR കോഡും ഒക്കെ ഇതിലുണ്ട്. പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകൾ താഴെ പറയുന്ന അക്കൗണ്ടിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. പേര് തൃക്കണ്ണാപുരം ശ്രീ കൂർമ്മ ഭഗവതിക്കാവ് വാഴവളപ്പിൽ തറവാട് ട്രസ്റ്റ്, SBI കൂത്തുപറമ്പ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, GPay. ഇതാണ് QR കോഡ്. അപ്പോൾ എല്ലാവരും ഈ ഒരു നല്ല പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവുക. നമ്മളിപ്പോൾ ഉള്ളത് പ്രധാനമായ ശ്രീകോവിലിന്റെ മുന്നിലാണ്. മൂത്തേടത്ത് ഭഗവതി കോവിലാണിത്. കോവിലിനെ കുറിച്ച് നമ്മുടെ പ്രധാന ആചാരസ്ഥാനികനായ ഇദ്ദേഹം പറയുന്നതായിരിക്കും. ഭഗവതി ഇവിടെ ഉണ്ടാവുക. ഇവിടുന്ന് പിന്നെ കർമ്മങ്ങളെല്ലാം ഉള്ളുന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം. മൂത്തേടത്ത് ഭഗവതി സ്ഥാനം. ആദ്യത്തെ നിവേദ്യം ഇവിടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം 12 സംഘമുണ്ട്. അതില് ഒന്ന് പിന്നെ തിറ കുറിക്കലാണ്, അതായത് ഉച്ചാറ് എന്ന് പറയും. ഒന്ന് തിറ കുറിക്കല്, പിന്നെ ബാക്കിയുള്ള സംഗമങ്ങൾ, പിന്നെ ഒരു പുത്തരി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തുലാം 10 ഒരു വിശേഷാൽ കർമ്മമുണ്ട്, അതുണ്ട്. പിന്നെ വർഷത്തില് പിന്നെ വർഷങ്ങളിൽ എല്ലാ വർഷവും 22-ാം തീയതി തുടങ്ങുന്ന ഉത്സവം. അതായത് ഉത്സവത്തിന്റെ കാര്യം ആദ്യം മുഖവരിയായി പറഞ്ഞു. നമ്മുടെ ഈ കാവിന്റെ ഒരു പഴക്കം ഒന്ന് പറയാമോ? എത്ര വർഷത്തെ പഴക്കമുണ്ട്? 800 വർഷത്തിന് മേലെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും ജീർണാവസ്ഥയിലായതിന്റെ കാരണം. പിന്നെ പുതുക്കിപ്പണിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു റിപ്പയറുകൾ നടത്തിയ 1-2 പ്രാവശ്യം. അതെ, അത് ഓട് മാറ്റി വെക്കുക. പണ്ടൊക്കെ ഓല മേഞ്ഞതായിരുന്നു, പിന്നെ അത് ഓട് വെച്ചു. ഓട് മാറ്റി പിന്നെ ഓട് കുറേയൊക്കെ ജീർണാവസ്ഥയിലായപ്പോ ഒരു 3-4-5 വർഷം മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടി ഓട് മാറ്റി വെച്ചു. അങ്ങനെ പുതുക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും ജീർണാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിത്തറ മുഴുവനും ജീർണാവസ്ഥയിലായിരിക്കുകയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഭഗവതി അത്രയും മുഷിഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മൾ പോലും പഴയ വീടുകളിൽ നിൽക്കില്ലല്ലോ, എല്ലാവരും പുതിയ പുതിയ വീടെടുത്തിട്ടല്ലേ നിൽക്കുന്നത്. അതാണ് സത്യം. അതാണ് ഭഗവതി ആഗ്രഹിക്കുന്ന. അതാണ് ഭഗവതിക്ക് എത്രയോ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ഭഗവതി ഐശ്വര്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ നാട്ടുകാർക്കും അതിനുള്ള ഐശ്വര്യം കിട്ടുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരുടെ എല്ലാവരും, കുടുംബത്തിന്റെ നാട്ടുകാരുടെ എല്ലാവരും നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിപ്പം വാഴവളപ്പിൽ തറവാട്ടുകാർ ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന്റെ ആൾക്കാർ തുടങ്ങിയത്. ഇത് പെട്ടെന്ന് പുതുക്കണം എന്നുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ഷേത്രസ്ഥാനത്തേക്ക് ഇത് ഇളയടത്ത് ഭഗവതി സ്ഥാനം അല്ലേ? അതെ, ഇവിടെ തൃക്കണ്ണാപുരം ചീർമ്പ എന്ന് പറയുന്നത് മൂത്തേടത്തിൽ ഇളയടത്തിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 2 സ്ഥാനമാണ്. അപ്പോൾ മൂത്ത തമ്പുരാട്ടി അപ്പുറത്തത്, ഇളയ തമ്പുരാട്ടി ഇവിടെ. അത് ശരിക്കും ശാന്തസ്വരൂപിണിയാണ് മൂത്തേടത്തില്. ഇത് ശരിയായ എന്താ പറയാ ഭദ്രകാളിയാണ്. അപ്പോൾ ഇളനീരാണ് ഇവിടുത്തെ മെയിൻ. അതെ, അപ്പുറത്ത് മദ്യം കൂടെ വെക്കും. മൂത്ത ഭഗവതിന്റെ അടുക്കം മദ്യം കൂടി വെക്കും. വിശേഷ ദിവസങ്ങളിൽ, അതായത് തുലാം 10 പുത്തരി കൊടുക്കുക എന്നൊക്കെ ഉള്ള പരിപാടിയുണ്ട്. ആ പുത്തരി കൊടുക്കുന്നത് അപ്പുറത്താണ്, മൂത്ത ഭഗവതിക്കാണ്. ഇളയ ഭഗവതിന്റെ ഉള്ളിൽ അത് പ്രസാദം നിവേദിക്കില്ല. നിവേദ്യം ഇവിടെയില്ല, അപ്പുറത്താണ് നിവേദ്യം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങ്. ഇത് രണ്ടിന്റെയും കർമ്മം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ഫസ്റ്റിൽ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഗന്ധകർണൻ തറ. ഗന്ധകർണൻ തറ അല്ലെ? അതാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. കാണുന്നതാണ് ഗന്ധകർണൻ തറ. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ചെയ്യുന്നത്.
ഇതും നമുക്ക് മാറ്റി പണിയേണ്ടത് തന്നെയല്ലേ? തറയെല്ലാം പൂർണ്ണമായിട്ട് ജീർണാവസ്ഥയിലാണല്ലോ. തറയെല്ലാം മാറ്റി നല്ല സ്ഥലത്തെല്ലാം ചെയ്യണം. എല്ലാം ഇപ്പൊ ഒരു കല്ല് മാത്രല്ലേ ഉള്ളൂ അല്ലേ ശരിക്കും? അത് പ്രതിഷ്ഠേന്റെ ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം ജീർണാവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതെല്ലാം പുതുക്കി പണിയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാഞ്ഞിരം അല്ലേ? വലിയ കാഞ്ഞിരാണല്ലോ അല്ലേ? എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും? ഉണ്ടല്ലേ? ഇത് ഭഗവതിയുടെ തറ അല്ല? ഭഗവതി നേർച്ചയ്ക്ക് കൂടിയാണ്. കലശം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം കലശം സമർപ്പിക്കുന്ന ഇവിടെയാണ്. ഭഗവതിയുടെ തറ അതിന് തൊട്ടടുത്ത് ശാസ്തപ്പെന്തറ അല്ലേ? അവിടുത്തെ കണ്ടകർമ്മന്റെ ഇത് പൂജകൾ കഴിഞ്ഞതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ടാണ് കർമ്മം ചെയ്യുക. എന്നിട്ടാണ് ശാസ്ത്രം ചെയ്യുന്നത്. അത് നമ്മുടെ മണിക്കിണർ അല്ലേ? ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വെള്ളം എടുക്കുന്നത് ആ കിണറിൽ നിന്നാണ്. ശരിക്കും ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കേണ്ട ഗാലറി പോലും നമ്മുടെ ക്ഷേത്രത്തിനുണ്ട് അല്ലേ? പണ്ടേ നിർമ്മിച്ചതാണല്ലോ ഈ പടിക്കെട്ടുകളൊക്കെ അല്ലേ? ഇനി ഇതൊന്ന് വൃത്തിയാക്കണം എന്നല്ലേ ഉള്ളൂ അതൊക്കെ. കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുതൽ കിട്ടിയാൽ മതിയല്ലോ. അതെ അതെ, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം. അതെ. കാവ് ജീർണാവസ്ഥയിലായതുപോലെ തന്നെ കാവിന്റെ തിരുവുടയാട് എടുക്കുന്ന സ്ഥലവും ജീർണാവസ്ഥയിലാണ്. അത് ഈ കാവിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു വീടാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഭഗവതിയുടെ തിരുവുടയാട എടുക്കുന്ന സ്ഥലത്തേക്കാണ്. ആ വീടും പരിസരവും നമുക്കൊന്ന് കാണാം. ഭഗവതിയുടെ തിരുവുടയാട എടുക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ആ വീടും ഈ ക്ഷേത്രത്തിന്റെ പിറകിലായിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ കുറച്ച് പിറകിലായിട്ടാണ് നമുക്ക് ഈ വീട് കാണാം. അപ്പോൾ ഈ വീടാണ് ജീർണാവസ്ഥയിലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വീടും പുനരുദ്ധരിക്കാനാണ് കുടുംബക്കാരും എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ആ വീട്. അതെ. അപ്പൊ ആദ്യകാലങ്ങളില് ഇവിടെയാണ് നമ്മുടെ കർമ്മം കഴിച്ചുകൊണ്ടിരുന്ന എംബ്രാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടാണിത്. എന്ന് വെച്ചാൽ തറവാട്ടുകാരെ അതിന് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുകയാണ് എംബ്രാൻ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കുറെ കാലം മുന്നിലാണ്. അപ്പൊ അത് ഇപ്പം ഈ വീടിന്റെ ഈ ഒരു ഭാഗമാണ്, ഇത് ഈ കാണുന്ന ഭാഗമാണ് ആ പ്രത്യേകമായിട്ടുള്ള ഒരു കോവിൽ പോലത്തെ ഒരു റൂമാണ് അത് ആ കാണുന്നത്. ഇപ്പം അത് ശരിക്കും ഗുരുസ്ഥാനാണ്. ഇവിടുന്ന് ആദ്യം ഇവിടെ വിളക്ക് കത്തിക്കും. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശി ഉണ്ടായി. ആ മുത്തശ്ശിയാണ് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് ക്ഷേത്രത്തിലേക്ക്. അപ്പൊ ഇവിടെ വിളക്ക് കത്തിച്ചിട്ട് അവിടുന്ന് ഒരു തിരിയെടുത്തിട്ട് പോയിട്ടാണ് ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് പണ്ടൊക്കെ. ഇപ്പൊ അവർ മരണപ്പെട്ടിട്ട് കുറച്ച് കാലമായി. പിന്നെ ഈ വീട് നശിച്ചു പോയതിനു ശേഷം ഇവിടെ വിളക്കും കൂടെ ഇല്ല. അപ്പോൾ വിളക്ക് ഇപ്പം ക്ഷേത്രത്തിൽ മാത്രമായി ഒതുങ്ങിക്കിടക്കുകയാണ്. ക്ഷേത്രത്തിൽ മാത്രമേ വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഇവിടെ തിരുവുടാട എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഈ തിരുവുടാട എന്ന് പറയുന്ന സാധനം, അതായത് ഭഗവതിയുടെ തിരുവുടയാട ആദ്യം കൊണ്ടുവരുന്ന ഇവിടെയാണ് വെക്കുക. ഇതിന്റെ ഉള്ളിലായിരുന്നു ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. ഈ റൂം ഇപ്പം ഇങ്ങനെ നശിച്ചു പോയത് കൊണ്ട് ഇപ്പം പുറത്തുനിന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതായത് തകർന്ന അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ഉള്ളിലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം പുറത്ത് വെച്ചിട്ടാണ് കുറച്ചു കാലമായിട്ട് ഈ മുറ്റത്ത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുമ്പോ ഇതും കൂടി നവീകരിച്ചിട്ട് നമ്മുടെ ആചാരം പഴയതുപോലെ തന്നെ നടത്തണം എന്നുള്ളത്
ആഗ്രഹമുണ്ട്. ആഗ്രഹം. അപ്പൊ നമുക്കത് ചെയ്യണം. അത് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. ഒരുപാട് ഒരു പ്രത്യേകത ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ. കുറെ വർഷങ്ങളായിട്ട് ആൾ താമസമില്ല. ആ, ഒരുപാട് വർഷങ്ങളായില്ല. എത്രയോ വർഷങ്ങൾ നിൽക്കുന്നു. 10-50 എത്ര വർഷങ്ങളായിരിക്കും? അതിലും കൂടുതൽ വർഷങ്ങളായി. 50 വർഷത്തിന് മേലെയായി. 50 അല്ല, 100 വർഷത്തിന് മേലെയായോ? വീട്ടിൽ ആൾതാമസം ഇല്ലായിട്ട് താമസം ഇല്ലാണ്ടായിട്ട് ഏകദേശം ഒരു 50 വർഷം. 50 വർഷത്തിന് മേലെയായി. 50 വർഷം. ആ, അതെ അതെ. ഇന്നും ഈ വീടിന്റെ ഉള്ളിൽ മണ്ണാമ്പല കിട്ടൂല. മണ്ണാമ്പലകളോ അങ്ങനെ ഇതൊന്നും മാറാല ഇല്ല അല്ലേ? അങ്ങനെയുള്ള ആ ആ ആ ആ ആ ആരും ഒരു പ്രവർത്തനം ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ആ ആ. പക്ഷെ ചിതലരിച്ച് ജീർണാവസ്ഥയിലായി എന്ന് മാത്രം. അത് വിചാരിച്ചില്ല. പക്ഷെ മഴയെല്ലാം കൊണ്ടിട്ട് ചെല്ലായിട്ടില്ല. അത് പ്രത്യേകത ദേവി ചൈതന്യം ഇവിടെയുണ്ട്. അതെ നല്ലൊരു അതെ. ചൈതന്യമുള്ള മണാലൊക്കെ കെട്ടി ആ എന്ന് വീട് വെച്ചാൽ അങ്ങനെ ഗുരുസ്ഥാനാണ്. ക്ഷേത്ര സംരക്ഷണത്തിന്റെ ക്ഷേത്രത്തിന്റെ ആചാരമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ വീട് കൂടി വരുമ്പോൾ മാത്രമേ നമുക്ക് ആചാരം ശരിക്കും സംരക്ഷിക്കപ്പെടും. അതെ. കാരണം എന്താ വെച്ചാല് പിന്നെ ദേവി ഇവിടെ വന്നിട്ട് തിരൂരട ആനയിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ദേവിയുടെ. അപ്പൊ ആചാരത്തിന്റെ ഭാഗമായിട്ട് മുളിക്കര വീട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് നിങ്ങൾ എല്ലാവരും കരുതുന്നത്. ഈ വീടിൽ ശരിക്കും നമ്മുടെ ആചാരം പൂർണ്ണമാകുന്നില്ല. ക്ഷേത്രത്തിന്റെ ആചാരം പൂർണ്ണമാകും. സ്വർണ്ണപ്രശ്നത്തിൽ കണ്ടതാണ്. ആ ആ. സ്വർണ്ണ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതും കൂടി വേണം എന്നുള്ളത് അല്ലെ? പുനരുദ്ധാരണം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആ. അപ്പൊ അതിനുവേണ്ടി ഇനിയിപ്പോ എന്താ ചെയ്യാം? ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിത് ക്ഷേത്രം ഇത് കഴിയുന്ന മുറക്ക് തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഗുരുസ്ഥാനത്തിലേക്ക് പ്രത്യേക ഗുരുസ്ഥാനം വെച്ചിട്ട് അവിടെ വിളക്ക് കത്തിക്കുന്ന വേണം. ഈ പുനരുദ്ധാരണത്തോടു കൂടി അതുകൂടെ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് ചെയ്യണം. കൂർമ്മക്കാവ് ഭഗവതിയുടെ ചൈതന്യം ഈ വീട്ടിൽ വിളയാടുന്നതിന്റെ ലക്ഷണമായി തന്നെ ജനങ്ങൾ പറയുന്നത് ഈ വീട്ടിൽ ഒരു മാറാല പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം സാധാരണ അടച്ചുപൂട്ടിയ വീടും പൊളിഞ്ഞ വീട്ടിലൊക്കെ മാറാല കെട്ടി വൃത്തികേടായി കിടക്കും. ആ വൃത്തികേടൊന്നും ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയാറില്ല. അതുതന്നെയാണ് ഈ വീടിന്റെ പ്രധാന പ്ലസ് പോയിന്റും. കാവിൻ്റെ തിരുവിടയാട എടുക്കുന്ന സ്ഥലം നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാകും ജീർണാവസ്ഥയിലുള്ളത് എന്ന് മാത്രമല്ല, കാരണം ഒരു സൈഡ് അത് പൊളിഞ്ഞ് വീണതിന് ശേഷം നമുക്ക് ഒരു വീടിൻ്റെ പകുതി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കാവിൻ്റെ തിരുവിടയാട എടുക്കുന്ന ഈ ഭാഗം പോലും ഏകദേശം പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. തിരുവിടയാട എടുക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ കാവ് നേരിട്ട് കാണാം. ഇവിടെ നിന്നും കാവിലേക്ക് നേരിട്ട് വഴിയുമുണ്ട്. പണ്ടുള്ളവർ ഇവിടെ നിലവിളക്ക് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് തിരിയെടുത്താണ് കാവിൽ കൊണ്ടുപോയി വിളക്ക് വെക്കുക എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഭാഗമൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ പഴയ തറവാടിന് 5-ാം പുര എന്ന് പറയുന്നില്ലേ, ഈ 5-ാം പുര ഭാഗമാണ് ഇത്. അടുക്കള, കുളിമുറി, ഈ കിണറിന് പോയിട്ട് ഇത് കുളിമുറിയായിരുന്നു. അപ്പൊ ഇതൊക്കെ പൊളിഞ്ഞു പോയി അല്ലേ? കംപ്ലീറ്റ് കുളിമുറി എല്ലാം പൊളിഞ്ഞു പോയതായി. ഇപ്പൊ ഒരു 10 വർഷം കൊണ്ട് ശരിക്കും എന്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഐശ്വര്യമുള്ള ഒരു വീട്. അതെ അതെ അതെ. ഇപ്പൊ കുറെ കാലമായിട്ട് ഇവിടെ പണ്ട് മുതുമുത്തശ്ശിമാരൊക്കെ നിന്ന സ്ഥലം. എല്ലാരും താമസിച്ച നമ്മളെ കാരണവന്മാർ ഒരു മുത്തശ്ശിന്റെ ഭർത്താവാണ് ഇവിടുത്തെ എംറാൻ. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ താലാന്നാണ് അവരുടെ പേര്. അപ്പോ അവരെ എംറാനും അവർക്കും ഭാര്യക്കും കൂടി താമസിക്കാൻ കൊടുത്തതാണ്. അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ ബാക്കിൽ അവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ കണ്ടിട്ടില്ല. നമ്മളെല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല? അതാ കണ്ടാവാ. തമ്പുരാട്ടിക്ക് കുളിക്കാനും പറ്റിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതെല്ലാം ഇപ്പൊ നീണു പോയി. പിന്നെ ഇവര് ഇവിടെ ആളുമില്ല, താമസമില്ല, ഒന്നുമില്ല. അങ്ങനെ വീടെല്ലാം പൊളിഞ്ഞു പോയിട്ട് ഇപ്പൊ ഇത്രയായിട്ട് ഒരു 10 വർഷം കൊണ്ടാണ് ഇങ്ങനെയായത്. അതുവരെ നല്ലൊരു ഐശ്വര്യമുള്ള വീട് തന്നെയായിരുന്നു. അപ്പൊ ഭക്ഷണമൊക്കെ കൊടുക്കുക വിടുന്നു. അതെ. അപ്പൊ ഇനി സുഗുണേട്ടന് പറയാനുള്ളത് പറഞ്ഞോ. പിന്നെ ഇനിയിപ്പോ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾക്ക് കുടുംബക്കാരും എല്ലാവരും എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഈ വീഡിയോയില് പറയാം. അതെ, ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പം പുനരുദ്ധാരണത്തിന്റെ ഒരു പരിപാടിയാണല്ലോ തുടങ്ങുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഭഗവതിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഈ പിന്നെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിക്കണം, ഇതിനുവേണ്ടി സഹകരിക്കണം എന്നാണ് സുഗുണേട്ടന്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർക്കും വേണ്ടിയിട്ട് പറയാനുള്ളത്. ഞങ്ങളെ കുടുംബത്തിനും നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം ഇവിടെ നിന്ന് ഭഗവതി ഇത് ജീർണാവസ്ഥയിലുള്ള ഈ ക്ഷേത്രം
നല്ല രീതിയിൽ പുനരുദ്ധരിച്ചില്ലെങ്കിൽ ഭഗവതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നാണ് സ്വർണ്ണ പ്രശ്നത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നാട്ടുകാർക്കും വിനാശമാണ് വരിക ഭഗവതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും സഹകരിക്കണമെന്നാണ് സുഗുണാട്ടനും അഭിപ്രായപ്പെടുന്നത്. അതെ. പിന്നെ ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ തറവാട്ടിൽ താമസിക്കുന്ന ആരൂഢത്തിൽ താമസിക്കുന്ന ഇപ്പൊ ഞാനാണ്. അതെ, വാഴവളപ്പിൽ ആരൂഢത്ത് താമസിക്കുന്നത് ഇപ്പോൾ സുഗുണാട്ടനും കുടുംബവുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് സുഗുണാട്ടനാണ് അവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. കാവിനോട് ചേർന്ന് തിരുവിടയാട എടുക്കുന്ന ഈ വീടും പരിസരവും കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ദേവീ ചൈതന്യം അനുഭവപ്പെടും. ഈ കാവിലെ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും 2 ഭഗവതി സ്ഥാനങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കാവിലെ ഓരോ ദേവസ്ഥാനങ്ങളെക്കുറിച്ചും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ സാധാരണ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ ആചാരങ്ങളെക്കുറിച്ചും അറിയാൻ പറ്റും. ഈ സ്ഥാനം എന്തിൻ്റെതാണ്? ഈ സ്ഥാനം എന്ന് പറയുന്നത് ചോമപ്പൻ എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല ചോമപ്പൻ വരവേണ്ടി തറവാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ചോമപ്പന്റെ തറയാണ് ഇത് അല്ല? അതെ. അപ്പുറത്തത് ഘണ്ടാകരണം തറ. ഇത് നമ്മളിപ്പോ ക്ഷേത്ര ഉത്സവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഉടക്കുന്ന കല്ലാണ്. തേങ്ങ ഉടക്കുന്ന കല്ലാണത് അല്ല? പിന്നെ നമ്മുടെ പുനരുദ്ധാരണ ഭണ്ഡാരം അല്ല? ഇവിടെ തൊഴാൻ വരുന്നവരൊക്കെ ഈ ഭണ്ഡാരത്തില് പുനരുദ്ധാരണത്തിന് വേണ്ട സംഭാവനകൾ നിക്ഷേപിച്ചോളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് തൊഴുതിട്ട് അങ്ങോട്ട് അല്ല? പിന്നെ നമ്മള് ഇവിടെ വടക്കനേം ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അതൊക്കെ പുറത്തുള്ളതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കല. നമ്മുടെ ഈ കാവ് ഒരു നാട് തന്നെ സംരക്ഷിക്കുന്നു എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കാവിന് വേണ്ട പുനരുദ്ധാരണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നാട്ടുകാരായാലും കുടുംബക്കാരായാലും എല്ലാവരും ചെയ്യണം എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഈ കാവിൽ നടത്തിയ സ്വർണ്ണ പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടതും അതുതന്നെയാണ്. ഉഗ്രരൂപിണിയായ കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് ഇവിടെ വസിക്കുന്നത് എന്നാണ് എല്ലാ ഭക്തരുടെയും വിശ്വാസം. ഈ കാവിന് വേണ്ട സംഭാവനകൾ ചിലവർ GPay ആയും ചിലവർ നേരിട്ടും ഇവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ കാവിന് സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന GPayയിൽ സംഭാവന അയക്കാവുന്നതാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മുടെ ഈ കാവ് ഇനിയും ഒരുപാട് വർഷം നിലനിൽക്കാൻ ഈ കാവിലേക്ക് സംഭാവന നൽകുവാൻ എല്ലാവരും സഹകരിക്കുക. ഈ കാവിനെക്കുറിച്ച് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുഭവസ്ഥരായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഈ വരുന്ന മാർച്ച് മാസം ഇവിടെ ഉത്സവം നടത്തുകയും അതിനുശേഷം ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും എന്നാണ് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും കുടുംബക്കാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ വരുംകാല തലമുറകൾക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ പ്രകൃതിയും കാവുകളും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകൃതി രമണീയത നിറഞ്ഞ ഈ കാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ബായ്.